ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിലെ ഡൈൻ വിത്ത് ലവ് എന്ന് പറയുന്നൊരു പുതിയ ഡ്രാമയാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഡ്രാമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഒരു കുക്കിംഗ് റിയാലിറ്റി ഷോയാണ് കാണിക്കുന്നത്. അതിൽ വന്ന് നമ്മുടെ ഹീറോ ആയിട്ടുള്ള യു വന്നിട്ട് വിറ്റോക്കോട് പാവയ്ക്കൊക്കെ വെച്ച് എന്തൊക്കെ റെസിപ്പി എല്ലാം വന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പാവയ്ക്കൊക്കെ വന്ന് ഭയങ്കര കയ്പ്പാണ്. അവിടെ തന്നെ നമ്മൾ പലപ്പോഴും അത് അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന രീതിയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വന്ന് അതിൻ്റെ ന്യൂട്രീഷനോട് കൂടി തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് പാവയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഈ റിയാലിറ്റി ഷോ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഇവൻ്റെ ഓഫീസിൽ കാണിക്കുവാണ്. അപ്പോൾ ഈ ഓഫീസിൽ കാണിക്കുന്ന ഈ ഇരിക്കുന്ന ആളാണ് നമ്മുടെ ഹീറോയിൻ്റെ പേര് കെലനാണ്. അപ്പോൾ കെലന് വന്നിട്ട് ഭയങ്കരമായിട്ട് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അവൾ വന്നിട്ട് അപ്പോൾ കുക്കിംഗ് അവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ അവൾ കുക്കിങ്ങിനായിട്ട് എല്ലാം അരിയുക, പച്ചക്കറി അരിയുക, അതിനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് എല്ലാം തന്നെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെൺപിള്ളേരെല്ലാം പറയുകയാണ്, എന്തുവായി കെലൻ ഇന്ന് ഈ പറഞ്ഞ പോലെ സൂപ്പറായിട്ടുള്ള ഡിഷ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരത്തില്ലേ എന്ന് പറയുന്ന സമയത്ത് കെലൻ പറയാണ്, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി തരാം, വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അതിന് വേണ്ടി കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ റിയാലിറ്റി ഷോ എല്ലാം കഴിഞ്ഞ് യു വന്ന് ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അവൻ വന്നിട്ട് ഒരാളെ മീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അയാൾ വന്ന് പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പോസ്റ്റിലിരിക്കുന്ന അയാളാണ്. അപ്പോൾ അയാളുടെ അടുത്ത് ഇവൻ വന്ന് അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക കേട്ടോ. എന്നിട്ട് ഇവൻ കയറി വരുന്ന സമയത്തും എല്ലാവരും പറയണത് താണ്ടെ സാറ് വരുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് ഇവളാണെങ്കിൽ പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം മാറ്റി വയ്ക്കും. വേറെ ഒന്നുമല്ല, ഇവൻ റിയാലിറ്റി ഷോയിൽ കാണിച്ച പോലെ ഒന്നുമല്ല. ഇവൻ വന്ന് കുക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഇഷ്ടമല്ല, മാത്രമല്ല ഇനി കുക്കിങ്ങേ അറിയത്തുമില്ല. അപ്പോൾ ഇവങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മുടെ ആലോചിക്കുകയാണ്, ഞങ്ങളുടെ ബോസ് വന്ന് ശരിക്കും പറഞ്ഞൊരു പാവയ്ക്ക കണക്കാം. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഭയങ്കര കോൾഡ് ആയിരിക്കാം, അതുപോലെ തന്നെ കയ്പേറിയൊരു മനുഷ്യനായിരിക്കാം. പക്ഷേ ആ കയ്പോട് കൂടിയുള്ള ന്യൂട്രീഷനും എൻ്റെ ബോസിൻ്റെ കയ്യിലുണ്ട്. അകത്ത് നല്ല കഴിവുള്ള ഒരു മനുഷ്യനാണെങ്കിലും നല്ല മനസ്സുള്ള ഒരാളാണെങ്കിൽ പോലും പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ഒരു പാവയ്ക്കയുടെ രീതിക്കാണ് എൻ്റെ ബോസ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇലനാണെങ്കിൽ അവിടെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് അവൾ ഓഫീസെല്ലാം ഒതുക്കി പോകാൻ നിൽക്കുന്ന സമയത്താണ് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ യുവിനാണെങ്കിൽ കുക്കിങ്ങും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അവൻ ബോഡി ഡബിൾ വെച്ചിട്ട് വേറൊരാളെ കൊണ്ട് കുക്ക് ചെയ്തിട്ട് ഇവൻ്റെ ഫേസ് കാണിച്ച് ചെയ്യുവാണ്. അത് വന്നിട്ട് ഏതോ ഒരു റൈറ്ററോ ഒരാൾ കണ്ടുപിടിച്ചിട്ട് മീഡിയയിലെല്ലാം അത് എഴുതി പോസ്റ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ അത് ഭയങ്കര വിഷയമായി കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത് തന്നെ കെലൻ ഇനിയിപ്പോൾ നേരത്തെ കൂട്ടി ഓഫീസിൽ പോകാൻ പറ്റത്തില്ല, ഈ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടല്ലേ പോകാൻ പറ്റും. അപ്പോൾ അവൾ ലേറ്റ് നൈറ്റായിട്ടോ അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ്. മാത്രമല്ല അവർക്കാണെങ്കിൽ കുറേ കോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള എല്ലാ എംപ്ലോയീസും അതെല്ലാം അറ്റൻഡ് ചെയ്ത് കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഇവനെ കാണാനായിട്ട് അവിടുത്തെ മെയിനായിട്ടുള്ള കുറച്ച് മാനേജേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നുകൊണ്ട് അതിന് കുറച്ച് സൊല്യൂഷൻ എല്ലാം കൊടുക്കാനായിട്ട് വന്നിട്ട്, അപ്പോൾ അവർ പറയുന്ന സൊല്യൂഷൻ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കുക്കിംഗ് പഠിക്കണം, എന്നിട്ട് റിയാലിറ്റി ഷോ കണ്ടിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ റിയാലിറ്റി ഷോക്കാർക്ക് എന്തെങ്കിലും ഒരു അപ്പോളജിയോ അല്ലെങ്കിൽ മാപ്പോ എന്തെങ്കിലും എഴുതി കൊടുത്തിട്ട് ഇത് എങ്ങനെയും കണ്ടിന്യൂ ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് പറയണം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാലിറ്റി ഷോ അവൻ വാങ്ങണം, വേറെ എന്തെങ്കിലും വഴി നമുക്ക് ബിസിനസ് നോക്കാമെന്ന് പറയണം. അപ്പോൾ ഇതൊന്നും തന്നെ യുവിന് ഓക്കെ അല്ല. യുവിന് ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കും വേണം. അവനാണെങ്കിൽ കുക്കിംഗ് പഠിക്കാനായിട്ട് അവൻ റെഡി ആവുന്നില്ല. അപ്പോൾ മാനേജേഴ്സ് പറയണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ജോലി വിട്ട് നിൽക്കാമെന്ന് പറയുന്ന സമയത്ത് യു പറയണം, ശരി എന്നാൽ നിങ്ങൾ ജോലി വിട്ട് പൊക്കോളാം, നിങ്ങൾക്ക് വരണ്ടാന്ന് യുവും പറയും കേട്ടോ. എൻ്റെ ഇവൻ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കെലനാണെങ്കിൽ രാത്രി അവർ നിൽക്കുന്നുണ്ട്, അവർക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ കുക്ക് ചെയ്തിട്ട് എല്ലാവർക്കും സൂപ്പെല്ലാം ഉണ്ടാക്കി കൊടുത്തേക്കുവാണ്. അപ്പോൾ എല്ലാവരും ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അറിയുവാണ് താണ്ട് യു വന്നിട്ട് ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ടെൻഷനായിട്ട് പെട്ടെന്ന് എല്ലാം ഒളിപ്പിച്ച് വെക്കും കേട്ടോ. പക്ഷേ ഒരു പാത്രം മാത്രം ഒളിപ്പിച്ച് വെക്കാനായിട്ട് ഇവർ വിട്ടുപോകും. അപ്പോൾ ഇവൻ വന്ന ഉടനെ തന്നെ ഇത് കാണും. അപ്പോൾ ഇവൻ ചോദിക്കണം, ആരാണോ ഓഫീസിനകത്ത് ഇങ്ങനെ കുക്കിംഗ് എല്ലാം ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്ത് ആരും അനങ്ങത്തില്ല. ആ സമയത്ത് കെലൻ തന്നെ മുന്നോട്ട് വന്നിട്ട് പറയണം, ഞാനാണ് ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്തതെന്ന് പറയണം. അപ്പോൾ എടുത്തോണ്ട് യു ചൂടാവുക, നിനക്ക് എന്തോ ഒരു ബോധമില്ല, ഇത്രയും വലിയ പ്രശ്നം നമ്മുടെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ഇതിനകത്ത് കുക്ക് ചെയ്ത് കഴിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. മാത്രമല്ല നിനക്ക് ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, കുക്ക് ചെയ്യുമോ അതോ നീ വർക്ക് ചെയ്യുമോ എന്നൊക്കെ ചെയ്യുന്ന സമയത്ത് കെലൻ പറയണം, നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഓഫീസിൽ ഇത്രയും പേര് വർക്ക് ചെയ്യുന്നല്ലോ, അവർ കറക്റ്റ് സമയത്ത് പ്രോപ്പർ ഫുഡ് കിട്ടിയെങ്കിൽ മാത്രമല്ലേ അവർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് യു പറയണം, അതെന്താ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ സാധനം വരത്തില്ലെന്ന്. അപ്പോൾ കെലൻ പറയാണ്, ഓർഡർ കൊടുക്കണമെങ്കിൽ പല ടൈപ്പ് ഐറ്റംസ് കാണും, അത് കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ചിന്തിച്ച് ചെന്ന് നമ്മൾ ജോലി നിന്ന് നമ്മുടെ കോൺസെൻട്രേഷൻ മാറാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇനി പോയി ഫുഡ് വാങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിൽ നിൽക്കുമ്പോൾ അത്രയും ടൈം വേസ്റ്റ് ആവും. ഇതാകുമ്പോൾ ഞാനൊരാൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാമല്ലോ, എല്ലാവർക്കും അത് ടൈം ലാഭിക്കാമല്ലോ. മാത്രമല്ല എൻ്റെ വർക്കെല്ലാം ഞാൻ പറഞ്ഞ ടൈമിന് മുമ്പേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയുന്ന സമയത്ത് യു പറയണം, ശരി എന്നൊരു കാര്യം ചെയ്യും, നീ ഇപ്പോൾ ഇരിക്കുന്ന പോസ്റ്റ് എന്തുവാ, അതിൽ നിന്ന് നിനക്ക് പ്രൊമോഷൻ തന്നിട്ട് നിന്നെ ഡയറക്ടർ പോസ്റ്റ് ആക്കാം, നീ എന്നെ ഓഫീസിൽ വന്ന് മീറ്റ് ചെയ്യാൻ പറയണം. അപ്പോൾ എല്ലാവരും കിളിപോയ പോലെ നമ്മുടെ കെലൻ നോക്കുക. അപ്പോൾ കെലനാണെങ്കിൽ നമ്മുടെ യുവിനെ കാണാൻ പോകുന്ന സമയത്ത് വേറെ ഒന്നുമില്ല, അവൾക്ക് കൊടുക്കുന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാലിറ്റി ഷോ നടത്തുന്ന വേറൊരു കൊച്ചു കമ്പനി ഉണ്ട് കേട്ടോ.
ആ ഒരു കമ്പനിയുടെ ഡയറക്ടറിൻ്റെ പേരാണ് ജിന്ന്. അപ്പോൾ അവനാണെങ്കിൽ കുക്കിംഗ് ഒക്കെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവൻ ഇങ്ങനെ ഒരു ബോഡി ഡബിൾ വെച്ച് കാര്യം പറഞ്ഞുകൊണ്ട് ഇനി റിയാലിറ്റി ഷോയിൽ നമ്മുടെ യു അഭിനയിക്കേണ്ടതെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവനെ കൊണ്ട് യുവിനെ കൊണ്ട് അഭിനയിപ്പിക്കും വേണം. മാത്രമല്ല യു ആണെങ്കിൽ കുക്കിംഗ് ഇട്ട് പഠിക്കത്തുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ ഈ റിയാലിറ്റി ഷോ അവന് മുന്നോട്ട് പോകണം. അപ്പോൾ ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ടത് കെലൻ്റെ ഉത്തരവാദിത്തം. ഇന്ന് രാത്രി 9 മണിയാകുമ്പോഴേക്കും ഈ കാര്യം തീർക്കണമെന്ന് കെലൻ്റെ അടുത്ത് കെലൻ ചോദിക്കുകയാണ്, രാത്രി 9 മണിയാകുമ്പോഴേക്കും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അത് ലേറ്റ് നൈറ്റ് ആകത്തില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് യു പറയാണ്, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, നിനക്ക് പറ്റത്തില്ലെങ്കിൽ പറയാൻ ഞാൻ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോളാം എന്ന് പറയാണ്. മാത്രമല്ല നീ 24 മണിക്കൂർ നിൻ്റെ ഫോൺ നിന് തൊട്ട് ഓഫ് ആവുന്നത്, കാരണം നീയാണ് ഇനി ഡയറക്ടർ. അവിടെ നിന്നെ ഞാൻ എപ്പോൾ കോൺടാക്ട് ചെയ്താലും നിന്നെ എനിക്ക് കിട്ടണമെന്ന് പറയുന്ന സമയത്തും കെലനും ഓക്കെ എന്നാൽ സാർ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്ത് വരും കേട്ടോ. പുറത്ത് വന്നിട്ട് ഇവളാണെങ്കിൽ ജിന്നെ വിളിക്കാനായിട്ട് കുറേ നോക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കോളാണെങ്കിൽ അറ്റൻഡ് ആവുന്നില്ല. അവൻ മനഃപൂർവ്വം കട്ട് ചെയ്തിടുക. കാരണം ഇവളുടെ കയ്യിലുള്ള സിം വന്ന് ഓഫീസ് സിം ആയതുകൊണ്ട് ഇവനത് അറിയാൻ പറ്റും ട്രൂ കോളർ വെച്ചിട്ട്. അപ്പോൾ ഇവൻ അതുകൊണ്ട് മനഃപൂർവ്വം കട്ട് ചെയ്ത് വിടുകയാണ്. അപ്പോൾ പാവം നമ്മുടെ കെലൻ്റെ അവസ്ഥ. അപ്പോൾ അവൾ വിചാരിക്കണോ ശരി അവനെ നേരിട്ട് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങുന്ന സമയത്താണ് ഇവളുടെ അമ്മ വിളിക്കുന്നത്. ഇവളുടെ അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇവളുടെ അമ്മ വിളിച്ച് ചോദിക്കാൻ, മോളെ എന്തുവായി നീ ഇറങ്ങിയില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് ഇവള് പറയണം ഇല്ല അമ്മ ഇച്ചിരി ഓവർ ടൈം വർക്ക് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കെലൻ്റെ അമ്മ പറയണം, മോളെ നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് കെലൻ പറയുകയാണ്, ഇല്ല അമ്മ നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി വയസ്സ് കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് അമ്മയടയ്ക്ക് അടിച്ചുപൊളി ജീവിക്കാമല്ലോ, അമ്മയുടെ കാര്യമൊക്കെ നല്ലപോലെ നോക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് അമ്മ വെയിറ്റ് ചെയ്യും, ഞാൻ പെട്ടെന്ന് തന്നെ ജോലി തീർത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഫോൺ കട്ട് ചെയ്യും കേട്ടോ. ആ സമയത്ത് അങ്ങോട്ട് ഒരു ക്യൂട്ട് പൂച്ച വരുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ പൂച്ചയൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇവൾ വന്നിട്ട് പൂച്ചയ്ക്ക് കൊടുക്കാനായിട്ട് ഫിഷ് ബോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവളോട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ആ ഓഫീസിന് മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെ കയറും അവരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കുന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ജിൻ എന്ന് പറഞ്ഞില്ലേ, മീൻസ് ഈ ഒരു റിയാലിറ്റി ഷോയുടെ ഡയറക്ടറും അങ്ങോട്ട് ഒരു ഫുഡ് ഡെലിവറി മാൻ വരുന്നുണ്ട്. അപ്പോൾ ഇവൾ ഒരു ഐഡിയ ആലോചിച്ചിട്ട് ഫുഡ് ഡെലിവറി ചെയ്യുന്ന അയാളുടെ കൂടെ പോവാട്ടോ. ഈ സമയത്ത് നമ്മുടെ യു ആണെങ്കിൽ മീറ്റിങ്ങിന് ഓൾറെഡി അറ്റൻഡ് ചെയ്യാൻ പോയി കാണും. അപ്പോൾ ആ മീറ്റിങ്ങിൽ വന്നിട്ട് അവർ പ്രപ്പോസ് ചെയ്യുന്ന കാര്യത്തിന് ഇവനാണെങ്കിൽ ഓക്കെയും പറഞ്ഞു കാണും. അപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ യുവിൻ്റെ അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ വേറൊരാളും കൂടി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുവാണ്, യു ഭയങ്കര കോൾഡായിട്ടുള്ള ഒരാളാണല്ലോ, അവൻ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ ഒരു കാര്യത്തിന് ഓക്കെ പറഞ്ഞതെന്നാൽ എനിക്ക് മനസ്സിലാവാത്തത്, ഇത്ര റഫായിട്ടുള്ള ആളൊക്കെ ഓക്കെ പറയുമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ യുവിൻ്റെ അസിസ്റ്റൻറ്റ് പറയുന്നത് പുറത്തുനിന്ന് കാണാൻ ചിലപ്പോൾ ഒരുപക്ഷെ റഫായിരിക്കാം, പക്ഷേ എങ്കിൽ ഞങ്ങളുടെ സാറ് നല്ല മനസ്സുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യുവിനെ സപ്പോർട്ട് ചെയ്താണ് ആ അസിസ്റ്റൻറ്റ് സംസാരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ യു ആണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഓൾറെഡി കെലൻ വന്നിട്ട് പൂച്ചയ്ക്ക് കൊടുക്കാണ്ട് ഫിഷ് ബോളൊക്കെ റെഡിയാക്കി വെച്ച് കാണും. അപ്പോൾ അത് വന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡാണെന്ന് പറഞ്ഞ് യു അതൊക്കെ എടുത്ത് കഴിക്കും. അപ്പോൾ അത് കണ്ടുകൊണ്ട് ആ അസിസ്റ്റൻറ്റ് പിന്നെ മറ്റേ അയാളും കൂടി ഇങ്ങ് കയറി വരുന്നത്. അപ്പോൾ ഇവരൊക്കെ കിളി പോയപ്പോൾ നോക്കോട്ടെ ഇവൻ എന്തേ ഫിഷ് ബോൾ എടുത്ത് കഴിക്കുന്നതെന്ന്. പക്ഷെ ബോസ് ആയതുകൊണ്ട് അവർക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് അവരൊന്നും പറയുന്നില്ല. എന്നിട്ട് അവൻ വന്നിട്ട് പോവാമെന്നും പറഞ്ഞ് ബേസ്മെൻറ്റിൽ ഇറങ്ങുന്ന സമയത്ത് ആ മറ്റേ ഓൾറെഡി ഒരു ക്യൂട്ടായിട്ടുള്ള പൂച്ചയ്ക്ക് വന്നിട്ട് ഫിഷ് ബോൾ കൊടുത്ത് കാണത്തില്ലേ നമ്മുടെ കെലൻ, അത് വന്ന് വേറെ ആരുമല്ല നമ്മുടെ യുവിൻ്റെ പൂച്ച കേട്ടോ. അപ്പോൾ യു വന്ന് പൂച്ചയുടെ അടുത്ത് പറയുന്നത്, എടാ നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലയോ ഇങ്ങനെ താഴെ ഒന്നും ബേസ്മെൻറ്റിലൊന്നും വരായിരുന്നു, എപ്പോഴും ആ ഓഫീസിനകത്ത് കാണുമെന്ന് പറഞ്ഞിട്ടില്ലയോ, നീ എന്തെങ്കിലും കറങ്ങി നടക്കുന്നത്, ഇനി നാളോട്ട് കറങ്ങി നടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഇവ ഒരു ചെറുക്കനെ വന്ന് ആ ജോലിയിൽ നിന്ന് പിരിച്ചിട്ട് കാണത്തില്ല ഇന്ന് ഓഫീസിൽ വെച്ചിട്ട്, അവൻ വന്ന് ഒരു റെഡ് കളർ എന്തൊരു സാധനം വന്ന് യുവിൻ്റെ പുറത്ത് ഒഴിച്ചിട്ട് പോകാട്ടോ. അപ്പോൾ ഇതേ സമയം കാണിക്കുവാണ് കെലനാണെങ്കിൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളുടെ പോലെ വേഷമൊക്കെ കെട്ടിയിട്ട് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിൻ ചോദിക്കുവാണ്, എടി നീ വന്ന് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഒരു ആണാണല്ലോ, ഇപ്പം എന്താ നീ പെണ്ണായിട്ട് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ കെലൻ്റെ സംസാരം കേട്ട് ഏകദേശം ജിന്നിന് മനസ്സിലാവുകയാണ് ഇത് വേറെ ആരുമല്ല നമ്മുടെ യുവിൻ്റെ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പെണ്ണാണെന്ന് മനസ്സിലായിട്ട് ഇവൻ ചോദിക്കുക ഇത് ഇങ്ങനെയല്ലേ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കെലൻ പറയണം അല്ല അതെ ഞാൻ ഓഫീസിൽ നിന്ന് വന്നതാണെന്ന് പറയുന്ന സമയത്ത് ജിൻ പറയണം എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറയുന്ന സമയത്ത് കെലൻ പറയണം ഞാൻ പറയുന്ന ഒരു വട്ടം ഒന്ന് കേൾക്ക് എന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സംഭവം കാണിക്കുക. വേറെ ഒന്നുമില്ല, ഒരു അപ്പോളജി ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സ്വയം ഒരു ലെറ്റർ പ്രമാപണം പോലെ എഴുതിയിട്ട് കൊടുത്തുവിട്ട പോലെ. അപ്പോൾ ജിൻ ഇച്ചിരി ഇമ്പ്രസ് ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അവൻ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ കമ്പനിയുടെ ബോസ് നമുക്ക് ഒരാളെ വിട്ടിട്ട് അപ്പോളജി ലെറ്റർ വായിക്കാനായിട്ട് വിട്ടേക്കുന്നതാണ് ജിൻ വിചാരിക്കുന്നത്. അപ്പോൾ ജിന്ന അവൾക്കൊരു ടാസ്ക് കൊടുക്കുക, നിനക്ക് കുക്ക് ചെയ്യാൻ അറിയാമോ, ഞങ്ങളൊരു കുക്കിംഗ് റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ ജിന്നാണെങ്കിൽ കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വന്നിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കൊടുക്കുന്നത് വേറൊന്നുമില്ല, നിങ്ങളുടെ അടുത്ത് പാവയ്ക്ക് വെച്ച് തന്നെ കുക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവൾ പറയണം അതിനിപ്പോൾ എന്താ ഞാൻ കുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇവൾ കുക്ക് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ അടുത്ത് ചോദിക്കുവാണ് നിങ്ങൾക്ക് വന്ന് പാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണോ എന്ന് കിരൺ ചോദിക്കുന്ന സമയത്ത് ജിന്ന് പറയണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത സാധനം പാവയ്ക്ക്, നീ എങ്ങനെ കുക്ക് ചെയ്യുന്നത് ഞാനൊന്ന് കാണട്ടെന്നും ഇവനും പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ യു ആണെങ്കിൽ ഇവളുടെ ഒരു അഡ്രസ്സും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവൻ വന്നിട്ട് കാർ ഡ്രൈവ് ചെയ്തിട്ട് ഇവളെ കോൾ ചെയ്ത് വരുന്നത്. പക്ഷേ ഇവളിങ്ങനെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവളാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവൻ ആലോചിക്കുക ദൈവം ഈ പെണ്ണങ്ങാണ്ട് ചെന്ന് കിടന്ന് ഉറങ്ങിയെന്നാണ് തോന്നുന്നത്, ഇവൾക്ക് ഞാൻ രാത്രി 9 മണിക്ക് മുമ്പ് ഡ്യൂട്ടി കൊടുത്തിട്ട് അവൾ ഇതുവരെ അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് അയച്ചില്ലല്ലോ, ശരിയാക്കാം അവളെ ഞാൻ നോക്കിക്കോണം, നാളെ ഓഫീസിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാർ ഡ്രൈവ് ചെയ്ത് വരുന്നത് വേറെ എങ്ങോട്ടുമല്ല ഈ ജിന്നില്ലയോ അവൻ്റെ ആ ഒരു ഓഫീസിലേക്ക് തന്നെ വരുന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അവൻ അവിടെ വന്നിട്ട് ഓഫീസിൽ കിടക്കാൻ നോക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ
കെല്ലനാണെങ്കിൽ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത് മോളിൽ നിന്ന് കേൾക്കുക കേട്ടോ. ആ സമയത്ത് ജിൻ ചോദിക്കുവാണെങ്കിൽ, അല്ല നിൻ്റെ ഈ ബോസ് ഉണ്ടല്ലോ യു, അവനും ഈ ഒരു പാവയ്ക്ക് കണക്കല്ലയോ, ഭയങ്കര ഒരു അരടുമുരട് ഭയങ്കര കയ്പേറിയൊരു സ്വഭാവമാണെന്ന് കേട്ടല്ലോ, ഉള്ളയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ എടുത്തുകൊണ്ട് നമ്മുടെ എല്ലാം പറഞ്ഞാൽ ഓക്കെ എല്ലാവരും പറയുന്നത് എൻ്റെ ബോസ് വന്നിട്ട് പാവയ്ക്ക് കണക്കാന്ന്. അത് ഒരു പക്ഷേ ശരിയായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്ക് കുറേ ന്യൂട്രീഷൻ ഉണ്ട്, അതുപോലെ എൻ്റെ സാറിനും അതിൻ്റേതായിട്ടുള്ള നല്ല സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോസിന് വിട്ടു കൊടുക്കാത്ത രീതിക്ക് നമ്മുടെ കെല്ലന് സംസാരിക്കും. അപ്പോൾ ഇതെല്ലാം വന്ന് യു പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ജിന്നിനാണെങ്കിൽ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ നോക്കുമ്പോൾ കെലൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ ജിന്നിന് വന്ന് അവളുടെ ഒരു ക്രഷ് സ്റ്റാർട്ട് ചെയ്യും. അവളെയാണെങ്കിൽ അവോയ്ഡ് ചെയ്യണമെന്ന് അവനുണ്ട്, പക്ഷെ അറിയാതെ നമ്മുടെ കെലനെ തന്നെയാണ് പിന്നെയും ജിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് യു ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് യു അവിടെ നിന്ന് പോകുക. ആ സമയത്ത് ജിന്ന് വന്നിട്ട് കെലൻ്റെ അടുത്ത് ചോദിക്കാൻ, അല്ല ഇന്ന് ഒരു സംഭവം റിയാലിറ്റി ഷോയ്ക്ക് കുക്ക് ചെയ്ത് കാണിച്ചില്ലേ നമ്മുടെ യു, അതിൻ്റെ റെസിപ്പി എഴുതി കൊടുത്ത് നീയാണോ ചോദിക്കുന്ന സമയത്ത് കെലൻ പറയാതെ ഞാൻ തന്നെ എഴുതി കൊടുത്തതെന്ന് അവൾ സമ്മതിക്കുവാണ്. ഇതേ സമയം ഒരു റെസ്റ്റോറൻറ്റ് കാണിക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റിൽ ഒരു ചെറുക്കൻ അവിടെ നിൽപ്പുണ്ട്. ഈ ചെറുക്കൻ വന്ന് നമ്മുടെ യുവിൻ്റെ ശരിക്കും പറഞ്ഞാൽ അങ്കിളാണ്, പക്ഷേ എങ്കിൽ വലിയ പ്രായവ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് യുവിൻ്റെ ചേട്ടൻ എന്ന് പറയാം. അപ്പോൾ ഇവൻ്റെ അടുത്തൊരു പെണ്ണ് വന്നിട്ട് ഇവൻ്റെ ചെവിക്കൽ നോക്കി പറഞ്ഞാൽ പൊട്ടിച്ചിട്ട് പറയണേ, ഏട്ടാ നിനക്ക് വന്നിട്ട് ഒരേ സമയം 2-3 പെൺപിള്ളേരെ ഡേറ്റ് ചെയ്യാനിരിക്കുന്നല്ലേ, നീ എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നല്ലേ, നീ കോൾ ചെയ്തപ്പോൾ നിൻ്റെ വായന്ന് വേറൊരു പെൺകുട്ടിയുടെ പേരാണല്ലോ വന്നതെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഇവൻ്റെ ഒരു അങ്കിൾ വന്നിട്ട് ഇവൻ്റെ ഷോപ്പ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതാണ്, ഒരു റെസ്റ്റോറൻറ്റ് റെഡിയാക്കി കൊടുത്തേക്കുവാണ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനൊരു ചെവിക്കൽ നോക്കി അടിയും കിട്ടി പോയ സമയത്തും ഇവൻ പറയണം എല്ലാവരുടെ അടുത്ത് പറയണം, അതെ ഇതൊരു ഷോ ആട്ടോ, ഇതൊരു റിയാലിറ്റി ഷോ ആണ്, നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇവനത് മാനേജ് ചെയ്യുന്ന സമയത്ത് യു അങ്ങോട്ട് വരും കേട്ടോ. ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ടേബിളിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് യു ചോദിക്കണം, നിനക്ക് ഇതുവരെ ഈ പണിയൊന്നും നിർത്താറായത്, നിനക്ക് ഇച്ചിരി ഡീസൻ്റ് ആയിട്ടൊക്കെ നടന്നുകൂടെ, ഇങ്ങനെ പ്ലേ ബോയ് ഒക്കെ കളിച്ച് നടക്കണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഈ യുവിൻ്റെ ചേട്ടൻ പറയുവാണ്, ഓ നീ ആ കാര്യമൊന്നും പറയില്ലേ, നിനക്ക് പിന്നെ ഇതൊന്നും ഇഷ്ടപ്പെടുത്തുന്ന ഇയാളാണെങ്കിൽ ഭയങ്കര ഒരു റൂഡായിട്ടുള്ള ബോസല്ലേ, നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇവരുടെ തൊട്ട് വേറൊരു അടുത്തുള്ളൊരു ടേബിളിൽ വന്നിട്ട് ഒരു ചെറുക്കൻ വന്നിരിക്കുക. ചെറുക്കൻ്റെ അമ്മയും കൂടിയിട്ട് ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ അമ്മേനെയും ബ്ലൈൻഡ് നേറ്റിനായിട്ട് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുക്കൻ നോട്ട് ചെയ്തേക്ക്, ഈ ചെറുക്കൻ വേറെ ആരുമില്ല, നമ്മുടെ കെലൻ്റെ ബോയ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ടിനെ വെച്ചിട്ടാണ് ഇവൻ ബ്ലൈൻഡ് ഡേറ്റ് എന്നും പറഞ്ഞിട്ട് ഓരോരോ പെൺപിള്ളേരെ കാണാനായിട്ട് വരുന്നത്. ഇതേ സമയം കെലനാണെങ്കിൽ എല്ലാവർക്കും കുക്ക് ചെയ്ത് കൊടുത്തിട്ട് എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ ഓഫീസെല്ലാം അടച്ചു വരുന്ന സമയത്ത് ജിന്ന് എല്ലാവരും ഇറങ്ങി വരും. അപ്പോൾ ആ സമയത്ത് ചോദിക്കണം, കാറുണ്ടെങ്കിൽ കാർ എടുത്ത് വന്നുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കെലൻ പറയണം, എനിക്ക് ഡ്രൈവ് ചെയ്യാനൊന്നും അറിയത്തില്ല, കുഴപ്പമില്ല ഞാൻ പൊക്കോളാം എന്ന് പറയുന്ന സമയത്ത് ജിന്നിനാണെങ്കിൽ ഓൾറെഡി കെലൻ്റെ അടുത്ത് ക്രഷ് സ്റ്റാർട്ട് ചെയ്തല്ലോ. എന്നിട്ട് അവൻ പറയുവാണ്, അല്ല ഞാൻ വേണമെങ്കിൽ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് കെലൻ പറയാം, അയ്യോ വേണ്ട എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വരുന്നു പറയാം. അപ്പോൾ ജിന്നിൻ്റെ മുഖം അങ്ങ് വാടിപ്പോവാട്ടോ. അപ്പോൾ അവർ പറയുന്നത് ശരി എന്നാൽ നീ ബോയ് ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവിടെ നിന്ന് പോകാം. അപ്പോൾ ലാസ്റ്റ് പോകുന്നതിന് മുമ്പ് ജിന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് പോകുന്നത്, എന്തുമായാലും നിൻ്റെ ബോസിൻ്റെ അടുത്ത് പറഞ്ഞേക്ക്, ഇനി ബോഡി ഡബിളൊന്നും വെച്ചിട്ട് അഭിനയിക്കാമെന്ന് ഞാൻ സമ്മതിക്കില്ല, എന്തുമായാലും ആൾ കുക്ക് ചെയ്യാൻ പഠിച്ചിട്ട് കുക്ക് ചെയ്താലേ എൻ്റെ റിയാലിറ്റി ഷോയിൽ ആളെ പങ്കെടുപ്പിക്കത്തുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞേക്കെന്നും പറഞ്ഞിട്ടാണ് ജിന്ന അവിടെ നിന്ന് പോകുന്നത്. നീ കെലൻ വിചാരിക്കണം ഓക്കെ എന്നാൽ ബോയ് ഫ്രണ്ടിനെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ വട്ടം കോൾ ചെയ്യുമ്പോൾ ഇവനാണെങ്കിൽ ഓൾറെഡി ആ ബ്ലൈൻഡ് നീറ്റ് പെണ്ണിനെ പറഞ്ഞു വിടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറേ വട്ടം ഇവളുടെ കോൾ കട്ട് ചെയ്ത് വിടുക. ലാസ്റ്റ് ആ പെണ്ണ് പോയി കഴിയുന്ന സമയത്ത് ഇവനാണെങ്കിൽ അവൾ തിരിച്ചു വിളിക്കും. എന്നിട്ട് പറയണം, ഇല്ല ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് ഈ നാട്ടിലേക്ക് വരാൻ പറ്റിയിട്ടില്ല, ഞാൻ വന്നിട്ട് ഇച്ചിരി തിരക്കട ഓവർ ടൈം ആണ്, ഈ ജോലിയെല്ലാം തീർത്തിട്ട് എനിക്ക് എന്തുവരും നിന്നെ കാണാനായിട്ട് ആ നാട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് പറയണം. ആക്ച്വലി അവൾ വന്നിട്ട് ഇവൻ്റെ ഓഫീസിനടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് അവൻ വന്നിട്ട് ഈ പെണ്ണിനെയും കൊണ്ട് ബ്രൈഡ്നിൻ്റെ വന്നേക്കുന്നത്. പക്ഷേ ഇവളുടെ അടുത്ത് കള്ളം പറഞ്ഞു വെച്ചേക്കുവാണ്, കാരണം ഇവളുടെ പൈസയും കാര്യങ്ങളൊക്കെ അവന് കിട്ടുമല്ലോ. അതിനാണെങ്കിൽ ഇവൻ്റെ അമ്മയാണെങ്കിൽ ചക്കിക്കൊത്ത ചങ്കരം പോലെ ഇവനാണെങ്കിൽ നല്ല കൂട്ടുവാണ്. ഞാൻ പറയണം ഓക്കെ മോൾ ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ടാക്സി വിളിച്ചിടാം, നീ കടന്ന് കഷ്ടപ്പെടണമെന്ന് പറയുന്ന സമയത്തും കെലനാണെങ്കിൽ ഇച്ചിരി പൈസയുടെ മൂല്യമൊക്കെ അറിയുന്ന പെണ്ണാണ്. അതുകൊണ്ട് അവൾ പറയാം, വേണ്ട കുറേ പൈസയൊന്നും എനിക്ക് വേണ്ടി ചിലവാക്കണ്ട, ഞാൻ ബസ് പിടിച്ച് പോക്കണം, ഇനിയും ബസ് വരാൻ ടൈം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാനേജ് ചെയ്തിട്ട് ഫോണും വയ്ക്കും കേട്ടോ. അപ്പോൾ എടുത്തോണ്ട് നമ്മുടെ ഈ ബോയ് ഫ്രണ്ടിൻ്റെ അമ്മ പറയണേ, ഓ നീ അവൾക്ക് ടാക്സി വിളിച്ചു കൊടുക്കാന്നാണ് പറഞ്ഞത്, നിനക്ക് എന്താ വട്ടയല്ലോ ഉണ്ട് ആ പെണ്ണിന് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ ചെയ്യുന്ന സമയത്തും ബോയ് ഫ്രണ്ട് പറയാൻ ഞാൻ ചുമ്മാ പറഞ്ഞില്ല, അല്ലെങ്കിൽ അവൾക്ക് ഡൗട്ട് തോന്നണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ, അമ്മ ഞാനുണ്ടോ അവൾക്ക് ടാക്സി വിളിച്ചു പോകുന്നത്, അമ്മ എന്താ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ തിരിച്ച് ആ റെസ്റ്റോറൻറ്റ് തന്നെ കയറിയിരിക്കുക. എന്നിട്ട് അവരവിടെ കയറി ഇരുന്നിട്ട് പറയുന്നതെല്ലാം നമ്മുടെ കെലനെ പറ്റിയാണ്. മാത്രമല്ല അവളുടെ പോസ്റ്റിനെ പറ്റിയും അവൾ ഇന്ന ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് യു അടുത്തുള്ള ടേബിളിൽ ഇരിക്കുന്നതുകൊണ്ട് അവൻ ഇത് കേൾക്കും. അപ്പോൾ അവൻ എടുത്തുകൊണ്ട് വിളിച്ച് ചോദിക്കും, ഇന്ന പോസ്റ്റിൽ ആരെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അത് പറയും ഒരു ലേഡി ആണെന്നിട്ട് പേര് പറയും, അത് വേറെ ആരുമില്ല നമ്മുടെ കെലൻ്റെ പേരാണ്. അപ്പോൾ യുവിന് മനസ്സിലാവും ഇത് വന്നിട്ട് നമ്മുടെ കെലൻ്റെ ബോയ് ഫ്രണ്ടാണ്, അവളെ ചീറ്റ് ചെയ്യുക എന്നുള്ള കാര്യം യുവിന് മനസ്സിലാവും കേട്ടോ.
എന്നിട്ട് അവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അവ ഇറങ്ങുക. അപ്പോൾ അങ്ങ് വരുന്ന സമയത്ത് നമ്മുടെ കെലനാണെങ്കിൽ ലാസ്റ്റ് ദിവസം കിട്ടാതെ പോയി മഴയും പെയ്യുന്നുണ്ട്. അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാളങ്ങ് കുടിച്ച് അങ്ങോട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത് വന്ന് യു അങ്ങോട്ട് കാറിൽ വരുമ്പോൾ അവൻ കാണും. പക്ഷെ അവനാണ് ടാക്സി കിട്ടിയെന്ന് അറിയാതിരിക്കാൻ വേണ്ടി അവളുടെ മുന്നിൽ കൂടെ പാസ് ചെയ്യാതെ അവൻ നേരെ ടാക്സി വിളിച്ചിട്ട് വിടുക കേട്ടോ. അപ്പോൾ നമ്മുടെ കെലനാണെങ്കിൽ ടാക്സി അവൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് പറഞ്ഞിട്ട് കയറി ഇരുന്നിട്ട് ഇവളുടെ അമ്മയ്ക്ക് മെസ്സേജ് ഇടാൻ പോകും. അമ്മ നിങ്ങളാണോ എനിക്ക് ടാക്സി വിളിച്ചതെന്ന് മെസ്സേജ് ഇടാൻ നിൽക്കുന്ന സമയത്തും ആ ടാക്സി ഡ്രൈവർ അവളോട് ചോദിക്കാം നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അവിടെ കൊണ്ടുവിടാമെന്ന്. അപ്പോൾ കെലന് മനസ്സിലാവണം അമ്മയല്ല വിളിച്ചെന്തുവായാലും. അപ്പോൾ അവൾ ആ ടാക്സി കയറി പോകുക. മാത്രമല്ല ടാക്സിയുടെ പൈസയും ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. ഇനി പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ അവൾ കുറേ ലേറ്റ് ആയിട്ട് വന്നുകൊണ്ടൊക്കെയാന്ന് തോന്നുന്നു. അവളാണെങ്കിൽ നല്ലപോലെ ഉറങ്ങിപ്പോയി. ഇവളുടെ അമ്മയാണെങ്കിൽ രാവിലെ ഇവളെ എണീക്കാത്തപ്പോൾ ഇവള് ലേറ്റ് ആയിട്ട് വരാത്ത കാണുമ്പോൾ യു ആണെങ്കിൽ അവൾ വിളിക്കും കേട്ടോ. അതിന് ചോദിക്കാൻ നിനക്ക് എന്ത് വഴി കുറേ പൈസ ഉണ്ടായെന്നുള്ള അഹങ്കാരം വല്ലതും ഉണ്ടോ, നീ എന്താ സമയത്ത് ഓഫീസിൽ വരാൻ ചോദിക്കുന്ന സമയത്ത് ഇവൾ സമയം നോക്കുമ്പോഴാണ് ലേറ്റ് ആയെന്ന് മനസ്സിലാകാം. ഇവളാണെങ്കിൽ വേഗം ഒരുങ്ങി കെട്ടി ഇറങ്ങുന്ന സമയത്തും ഇവളുടെ വീടിനടുത്ത് തന്നെ ആ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീടും. അപ്പോൾ ആ പെണ്ണ് ഇവളെ കണ്ട ഉടനെ പറയുവാണ് എടാ നിൻ്റെ അടുത്ത് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ട്. നീ നിൻ്റെ ബോയ് ഫ്രണ്ടിനെ വിശ്വസിക്കുന്ന എത്ര വട്ടം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞ് അവൻ്റെ ഈ മയങ്ങുന്ന വാക്കിലൊന്നും വീഴുന്ന നിൻ്റെ അടുത്ത് എത്ര വട്ടം ഞാൻ പറഞ്ഞു കളി ചോദിച്ച സമയത്ത് കെലൻ ചോദിക്കാൻ എന്താ സംഭവം. അവൾ പറഞ്ഞു നീയല്ലേ പറഞ്ഞത് എൻ്റെ ബോയ് ഫ്രണ്ട് അങ്ങോട്ട് വേറെ നാട്ടിലെങ്ങാണ്ട് വർക്ക് ചെയ്യുമെന്ന്. അവൻ താണ്ടി ഇന്നലെ രാത്രി നമ്മുടെ ഓഫീസിനടുത്തുള്ള റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്നു. അവിടെ അവൻ്റെ അമ്മേനും കൂടി ഫുഡ് കഴിക്കാൻ പോകുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടെന്ന് പറയുന്ന സമയത്ത് കെലൻ പറയാതെ നിനക്ക് ചുമ്മാ അതിൻ്റെ കണ്ണൊന്നും കാണത്തില്ല, നിനക്ക് ചുമ്മാ തോന്നിയതാണെന്ന് പറഞ്ഞിട്ട് ആ ബെസ്റ്റ് ഫ്രണ്ടിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തിട്ട് അവളവിടെ നിന്ന് വരും കേട്ടോ. ഇനി വരുന്ന സമയത്ത് യു ആ വഴി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവളാണെങ്കിൽ പൂച്ചയ്ക്കൊക്കെ ക്യാറ്റ് ഫുഡെല്ലാം വെച്ചിട്ട് ഫിഷ് ബോളൊക്കെ വെച്ചിട്ട് പോവാട്ടോ. അപ്പോൾ ഇവളെന്തോ കൊടുത്തതെന്ന് നോക്കുന്ന സമയത്ത് ആണ് മനസ്സിലാവുന്ന ഈ ഫിഷ് ബോൾ വന്ന് പൂച്ചയ്ക്ക് കൊടുക്കാൻ വന്നു. അപ്പോൾ ഇവനാണെങ്കിൽ ആകെ ടെൻഷനാവും. ഇവൻ വിളിച്ച് അന്വേഷിക്കും ദൈവമേ ഈ ഫിഷ് ബോൾ നമ്മൾ കഴിച്ച എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ക്യാറ്റ് ഫുഡ് കഴിച്ച എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കുന്ന ആരൊക്കെ വിളിച്ച് ചോദിക്കുന്നത്. അങ്ങനെ അവൻ കയറി വരും. ആ സമയത്ത് സെലനാണെങ്കിൽ ഓൾറെഡി 3 ഷെഫുകൾ റെഡിയാക്കി വെച്ചേക്കുന്നത് ഇവന് കുക്കിംഗ് പഠിപ്പിക്കാൻ. അപ്പോൾ ഇവൻ ചോദിക്കുകയാണെങ്കിൽ എന്തോ സംഭവം എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ഷെഫുകളുടെ അടുത്ത് പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് പറയുകയാണ് അത് വേറെ ഒന്നുമല്ല, ഞാൻ വന്ന് നിങ്ങൾക്ക് ഇനി റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ 3 ഷെഫിന് റെഡിയാക്കി വെച്ചു നിങ്ങൾ കുക്ക് ചെയ്യാൻ പഠിക്കുന്ന പറഞ്ഞ സമയത്ത് ഇവിടെ തന്നെ പറയണേ ഇല്ല കുക്കിംഗ് എനിക്ക് ചേരുന്ന പണിയല്ല, അതിനുവേണ്ടി ടൈം വേസ്റ്റ് ചെയ്യാൻ എന്നെ കിട്ടത്തില്ലെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ പറയണം ബോസ് നിങ്ങളെ പറ്റി എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം, ഇത്രയും വലിയ കമ്പനി ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി ചെറിയൊരു ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവനെ പുകഴ്ത്തി പറയുമ്പോൾ ലാസ്റ്റ് ഇവനെ കൺവിൻസ് ആവും. എങ്കിലും ഇവന് ആ ലാസ്റ്റ് ഒരു ഇതാവുമ്പോൾ പറയണം ജിന്നെന്തോ പറഞ്ഞെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഇവൻ എങ്ങനൊരു ക്ഷമാപണം എഴുതിയിട്ട് ജിന്നിന് കൊടുത്തു, അതുപോലെ തന്നെ ജിന്നിൻ്റെ കയ്യിൽ നിന്നൊരു ക്ഷമാപണം എഴുതിയ പോലെ റെഡിയാക്കിക്കൊണ്ടെന്ന് കാണിക്കും. വേറെ ഒന്നുമല്ല, ഇത് വന്ന് ഇവള് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ വഴി വെച്ച് കാണില്ല, അവളുടെ പണി അവളെ കൊണ്ട് സെറ്റാക്കി വെച്ച് കൊണ്ടുവന്നെയാണ്. അതിന് വേണേൽ ആക്ച്വലി അവൾ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോയത് തന്നെ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവൻ ചോദിക്കണം ഓ ജിന്നി എൻ്റെ അടുത്ത് സോറി ചോദിക്കാറായല്ലേ, ഓക്കെ എന്നാൽ ശരി. അപ്പോൾ എന്നിട്ട് 3 ഷെഫിനെയും കാണാൻ പോകുക. 3 ഷെഫിനെയും കണ്ട് 3 ഷെഫോ എല്ലാം റെഡിയാക്കി വെച്ചെങ്കിലും പറഞ്ഞു വിടും കേട്ടോ, ആരെ സെലക്ട് ചെയ്തതെന്ന് പറയാമെന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടുക. യു പറയണ എനിക്ക് ഈ 3 പേരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ ഇവരുടെ ഫുഡൊക്കെ ഭയങ്കര ഫ്ലാഷി ആയിട്ട് തോന്നും, പക്ഷേ അതിൽ നല്ലൊരു കണ്ടന്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കുക്കാരാണെന്നറിയാം, അത് നീയാ. അവിടെ നീ എനിക്ക് കുക്കിംഗ് ക്ലാസ് തരുമോ കെലൻ ചോദിക്കുവാണ്. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.